നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2024 ജൂലൈ മാസം 2-ാം തീയതി ചൊവ്വാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ, അറിയിപ്പുകൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുണ്ട്. എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്ത പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറിൻ്റെ വില കുറച്ചിരിക്കുകയാണ്. ഹോട്ടലുകളിൽ ഉപയോഗിക്കുന്ന 19 കിലോഗ്രാം സിലിണ്ടറിന് 31 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. 1655 രൂപയാണ് പുതുക്കിയ വില. അതേസമയം ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതകത്തിൻ്റെ വിലയിൽ മാറ്റമില്ല. വിലയിലെ പരിഷ്കാരം ഇന്നു മുതൽ തന്നെ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. എല്ലാ മാസവും 1-ാം തീയതി 15-ാം തീയതി പാചകവാതക വിലയിൽ പരിഷ്കാരം ഏർപ്പെടുത്താറുണ്ട്. പുതുക്കിയ വില പ്രകാരം ഇന്നു മുതൽ വില 1655 രൂപയാണ് വരുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് ആശ്വാസം എന്ന ധനസഹായ പദ്ധതിയുണ്ട്. കഴിഞ്ഞ വർഷം വരെ 25,000 രൂപയായിരുന്നു ധനസഹായമായിട്ട് നൽകിയിരുന്നത്. എന്തെങ്കിലുമൊക്കെ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടും നിലവിലുള്ള സംരംഭം വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ധനസഹായം ഇപ്പോൾ ഭിന്നശേഷി കോർപ്പറേഷൻ മുഖേന നടപ്പിലാക്കി വരുന്നത്. ഈ ജൂലൈ മാസം 31 വരെയാണ് ഇതിനുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതിയായിട്ട് നൽകിയിരിക്കുന്നത്. 40% മുകളിൽ വെല്ലുവിളികൾ നേരിടുന്നവർക്ക് ഈ ധനസഹായത്തിനായിട്ട് അപേക്ഷിക്കുമ്പോൾ മുൻഗണന ലഭിക്കുന്നതായിരിക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ജൂൺ 25 മുതൽ തുടർന്ന് വരുന്ന 50 ദിവസം നിങ്ങൾക്ക് നിത്യോപയോഗ സാധനങ്ങൾ, 50ഓളം നിത്യോപയോഗ സാധനങ്ങൾ വമ്പിച്ച വിലക്കുറവിൽ വാങ്ങാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വിലക്കയറ്റത്തിൽ വലഞ്ഞ ജനങ്ങൾക്ക് ആശ്വാസമായിട്ട് സപ്ലൈകോയുടെ 50-50 എന്ന പദ്ധതിയാണ് ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത്. സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ സുവർണ്ണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ചുകൊണ്ട് 50 ജനപ്രിയ ഉൽപ്പന്നങ്ങൾ 50 ദിവസം പ്രത്യേക വിലക്കുറവ് വാഗ്ദാനം ചെയ്യുന്ന രീതിയിലാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. സപ്ലൈകോ ഹാപ്പി അവേഴ്സ് എന്ന പേരിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുക. സംസ്ഥാനത്തെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലും ഉച്ചയ്ക്ക് 2 മുതൽ 3 വരെ പൊതുജനങ്ങൾക്ക് പ്രത്യേക വിലക്കുറവിൽ സാധനങ്ങൾ വാങ്ങാൻ സാധിക്കും. സബ്സിഡി ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കളുടെ ബിൽ തുകയിൽ നിന്ന് നിലവിലുള്ള വിലക്കുറവിന് പുറമെ 10% അധിക വിലക്കുറവ് ഈ പദ്ധതി പ്രകാരം നൽകുന്നതായിരിക്കും. സപ്ലൈകോയുടെ സ്വന്തം ബ്രാൻഡായിട്ടുള്ള ശബരി ഉൽപ്പന്നങ്ങളും മറ്റ് നിത്യോപയോഗ സാധനങ്ങളും ഉൾപ്പെടെ 50 ജനപ്രിയ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവും പ്രത്യേക ഓഫറുകൾ നൽകുന്നതാണ് 50-50 പദ്ധതി. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്ത് 1 മാസത്തെ ക്ഷേമ പെൻഷന്റെ വിതരണം ഇപ്പോൾ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. ജൂൺ മാസം 28-ാം തീയതി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അന്നേ ദിവസം തന്നെ പ്രോസസ്സിംഗ് നടപടികൾ തുടക്കം കുറിക്കുകയും ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ DBT സംവിധാനത്തിലൂടെ ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഭൂരിഭാഗം ആളുകൾക്കും ബാങ്ക് അക്കൗണ്ടിൽ തുക സ്വീകരിക്കുന്നവർക്ക് അക്കൗണ്ടിൽ തുക ഇതിനോടകം തന്നെ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇതുവരെ തുക ലഭിക്കാത്തവർക്ക് വരും ദിവസങ്ങളിലും തുക ലഭ്യമാകുന്നതായിരിക്കും. ഇനി കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ പദ്ധതിയിൽ ചേർന്നിരിക്കുന്ന ആളുകൾക്ക് കേന്ദ്ര വിഹിതം കുറഞ്ഞാണ് ലഭിച്ചിരിക്കുന്നത്. അവർക്ക് സംസ്ഥാന സർക്കാർ വിഹിതം മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്കും വരും ദിവസങ്ങളിൽ തന്നെ ഈ കേന്ദ്ര വിഹിതം കൂടി ചേർത്ത് ലഭ്യമാകുന്നതായിരിക്കും. കൈകളിലേക്ക് തുക സ്വീകരിക്കുന്നവർക്ക് സഹകരണ സംഘങ്ങൾ വഴി തുക എത്തിച്ചേരാൻ ഒരുപക്ഷെ ചെറിയ കാലതാമസം ഉണ്ടായേക്കാം. എങ്കിൽ പോലും ജൂലൈ മാസം ആദ്യ ആഴ്ചയോടെ തന്നെ തുകയുടെ വിതരണം പൂർത്തിയാക്കാനാണ് ഇപ്പോൾ സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ തനത് മാസത്തെ പെൻഷൻ തുകയാണ് നമുക്ക് വിതരണം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനുവരി മാസം മുതലുള്ള 5 മാസത്തെ 8,000-ഓളം രൂപ ഇപ്പോൾ കുടിശ്ശികയുണ്ട്. ഈ കുടിശ്ശിക 2 ഗഡുക്കളൊക്കെ ആയിട്ട് ഒരുമിച്ച് വിതരണം ചെയ്ത് തീർക്കാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ജൂലൈ മാസാരംഭത്തിൽ കഴിഞ്ഞ ദിവസത്തെ തന്നെ വിലയിൽ തുടരുകയാണ് സ്വർണ്ണവില. തിങ്കളാഴ്ച ഇന്ന് ജൂലൈ 1-ാം തീയതി 1 ഗ്രാം 22 കാരറ്റ് സ്വർണ്ണത്തിന് 6,625 രൂപയിലും പവന് 53,000 രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുണ്ട്. എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്ത പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.